എൻ്റെ പേര് സൗമ്യ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ തിരുപുറം വിശുദ്ധ ഫ്രാൻസിസ് സേവർ ഇടവകയിലെ ഒരു അംഗമാണ്. ഇവിടെ നിൽക്കാൻ അവസരം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ജനുവരി 14 തീയതിയാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എനിക്കും എൻ്റെ മകനും കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് 5 വർഷമായിട്ട് തുമ്മൻ്റെ അലർജി ഉണ്ടായിരുന്നു. അത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് ഗുളിക കഴിച്ചു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഗുളിക പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതും അലർജിയായിട്ട് മാറി. അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ക്ഷീണവും ഉറങ്ങണം എന്നുള്ള ചിന്തയായി. അങ്ങനെ വീട്ടിൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കൊണ്ട് ഒന്നുകൂടെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗുളിക കഴിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത്യാവശ്യം വരും, അതായത് തുമ്മുന്ന സമയത്ത് മാത്രം ഒരു ഗുളിക കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ അതും കഴിക്കാൻ പറ്റാതെ രാത്രി ഉറക്കവുമില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി ഞാൻ കഴിഞ്ഞു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടുത്തെ തൈലവും ഉപ്പ് ഉപയോഗിച്ച് അങ്ങനെ എൻ്റെ ആ അലർജി മാറിക്കിട്ടി. അടുത്ത 2ാമത്തെ സാക്ഷ്യം എൻ്റെ ശ്വാസം മുട്ട്. അതും ഇതുപോലെ ശ്വാസം മുട്ട് കാരണം എനിക്ക് ഉറങ്ങാനോ ഒന്നും പറ്റില്ലായിരുന്നു. സൺഡേ പള്ളിയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി മാറി. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചു. ഒരു ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോലും നേരെ പോകാൻ പറ്റുന്നില്ല. മാതാവേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയും അപ്പം പള്ളിയിൽ പോകത്തോണ്ട് ഞങ്ങളുടെ അടുത്ത് എന്നോട് ഒത്തിരി ചോദിച്ചുകൊണ്ട് നീ എന്താ പള്ളി വരാത്തതെന്ന്. അപ്പം ഞാൻ പറയും എനിക്ക് സുഖമില്ലായിരുന്നു. അപ്പം ചോദിക്കും അതെന്തെന്ന് ചോദിക്കും. ഈ ഞായറാഴ്ച ദിവസം നീ വരാതെ ഇങ്ങനെ മടിക്കണേ എന്തിനെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും എനിക്ക് ശ്വാസം മുട്ട് കാരണം എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് പറയും. കാരണം ഞാൻ രാത്രി ഉറക്കമില്ല. എൻ്റെ മക്കളും ഹസ്ബൻഡ് നന്നായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ അവരെ നോക്കിയിരുന്ന് കരയാറാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്ക് അത്രയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, കുളിക്കാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കുളിക്കാൻ കയറുമ്പോൾ തന്നെ ഫാൻ എടുത്ത് ഫ്രണ്ടിൽ അവിടെ സീലിംഗ് ഫാൻ എടുത്ത് വെച്ചിട്ട് ആണ് കുളിക്കാൻ കയറുന്നത് തന്നെ. കുളിച്ചിറങ്ങുമ്പോൾ തന്നെ എൻ്റെ മക്കൾ കൊണ്ട് ഫാനാണ് ആദ്യം എനിക്ക് അടുത്ത് കൊണ്ട് വെച്ച് തരുന്നത്. അത്രയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവി എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഒരിടം പോകാൻ പറ്റുന്നില്ല, എൻ്റെ മക്കൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ മാതാവിനോട് ഇന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ തൈലവും ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് 5ാമത്തെ പുതുക്കൽ കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ അടുത്ത് വരുമ്പോൾ എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം കൂടെ മാതാവേ നീ എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു. പക്ഷേ അതുപോലെ തന്നെ ഞാനിപ്പോൾ വന്നപ്പോൾ എനിക്ക് ഇത് സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം അമ്മ മാതാവും തിരുകുമാരനും എനിക്ക് തന്നു. അവർക്ക് 1000 നന്ദി. പിന്നെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ പ്രമാണം. എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതെ കിടന്ന കാരണം എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ 2 വർഷം അത് പലിശ കയറി അങ്ങ് പോയി. അപ്പോൾ അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഹസ്ബൻഡ് ജോലിക്ക് മാത്രമാണ് പോകുന്നത്, ഞാൻ വീട്ടിൽ തന്നെ. അപ്പം ഞാൻ പറയും മാതാവേ ഒരാളെ ജോലി കൊണ്ട് എനിക്ക് ഈ ലോണൊന്നും അടച്ച് പറ്റുന്നില്ല, അമ്മ മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണമെന്ന് ഞാൻ എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവിടുന്ന് ബാങ്കിൽ നിന്ന് നോട്ടീസ് വരും, ഇത്ര രൂപ കൊണ്ട് അടയ്ക്കണം എന്ന് പറഞ്ഞ് മാസം തോറും അവർ നോട്ടീസ് അയക്കും. ഫോൺ വിളിയായി. എനിക്ക് എപ്പോഴും ഫോൺ എടുത്ത് അവരെടുത്ത് ഓരോ എക്സ്ക്യൂസ് പറയുകയായിരുന്നു എൻ്റെ മെയിൻ ജോലി. അങ്ങനെ ഞാൻ അവർ കോൾ വരുമ്പോൾ തന്നെ ഞാൻ മാക്സിമം എടുക്കാതിരിക്കാൻ ശ്രമിച്ചാലും അവർ വേറെ നമ്പറിൽ നിന്നൊക്കെ മാറി വിളിക്കുമായിരുന്നു. അങ്ങനെ അടയ്ക്കണമെന്ന് പറഞ്ഞ് അവരെന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവർ വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്നിരുന്ന് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും, മാതാവ് ഇനി അവരെന്നെ വിളിക്കാൻ നീ ഇടവരുത്തരുത്, എത്രയും പെട്ടെന്ന് എനിക്ക് ലോൺ അടച്ച് ക്ലോസ് ചെയ്ത് എനിക്ക് ആ പ്രമാണം എൻ്റെ വീട്ടിൽ കൊണ്ടുവരാൻ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് എൻ്റെ കുറച്ച് സ്വർണവും അല്ലാതെ പുറത്തുനിന്ന് ഞാനൊരു ഡേറ്റ് ഇട്ട് പറഞ്ഞിരുന്നു, മെയ് 12 ഈ വർഷം. ആ ഡേറ്റിൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് പ്രമാണം എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിൽ ആ പ്രമാണം വരണം എന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ എൻ്റെ കയ്യിൽ കുറേ പൈസകൾ വന്നു. അത് അമ്മ മാതാവ് തന്നതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് ലാസ്റ്റ് അവസാനമായപ്പോൾ എനിക്ക് ഒരു 10,000 രൂപ അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കിട്ടുമെന്നുള്ളൊരു ചിട്ടിയിൽ അത് എൻ്റെ പേര് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ അവിടെ ഇരുന്നു. പക്ഷേ ആ ചിട്ടി വേറൊരാൾക്കാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ പ്രതീക്ഷയും പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും, നാളെയല്ലേ ഞാൻ പറഞ്ഞ ഡേറ്റ്, മാതാവേ എനിക്കിന്ന് രാത്രി എങ്ങനെയെങ്കിലും രാവിലെ എണീക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഈ 10,000 രൂപ എനിക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഇട്ട് തന്ന് സഹായിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇതിൻ്റെ തലേ ദിവസം ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാതെ ഇവരെല്ലാം കിടന്ന് ഉറങ്ങിയപ്പോഴും ഞാൻ 5:30 വരെയും മാതാവിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ഒരു കസേര എടുത്തിട്ട് മാതാവിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ഞാൻ കരഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു മാതാവേ നാളെ പ്രമാണം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നാളെ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് പ്രമാണം എടുക്കാൻ പറ്റും, മാതാവ് ഞങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ഇവർ കിടന്ന് ഉറങ്ങി. ഞാൻ 5:30 ആയിട്ട് ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറയുന്നു മാതാവേ നാളെ 11 മണിക്ക് എൻ്റെ അക്കൗണ്ടിൽ പൈസ വരും എന്ന ഉറപ്പാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടിങ്ങനെ ഞാൻ 5:30 ശേഷം ഞാൻ കിടന്നുറങ്ങി.
അങ്ങനെ ഒരു 8:30 മണിയായപ്പോൾ എൻ്റെ ഫോണിലൊരു കോള് വന്നു. എന്നോട് ചോദിച്ചു പൈസ ആയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബുധനാഴ്ച ഒരു ചിട്ടി പൈസ ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഈ 10,000 രൂപ ഞാൻ ഇപ്പം നിനക്ക് തരാം, ആ ചിട്ടി കിട്ടുമ്പോൾ നീ എനിക്ക് തിരിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സന്തോഷമായി. ഞാൻ ആദ്യം ചെന്ന് നോക്കിയത് സമയം എത്രയാണെന്നാണ് നോക്കിയപ്പോൾ സമയം 8:30 മണി ആയതേ ഉള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ 11 മണി സമയം ചോദിച്ചു, പക്ഷേ എനിക്ക് മാതാവ് 8:30 ആയപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ആ പൈസ തന്നു, അനുഗ്രഹിച്ചു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. അടുത്ത 4ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ മൂത്ത മകനാണ്. ഇവന് 1ാം ക്ലാസ് മുതൽ ഒരു വയറുവേദന വന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് കുട്ടിയല്ലേ, അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ കാര്യമാക്കിയില്ല. അവൻ 2-3 ദിവസം കഴിഞ്ഞ് പിന്നെയും പറയണം, അമ്മ എനിക്ക് വയറുവേദന എടുക്കണം, ഹോസ്പിറ്റലിൽ പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മക്കളെ നമുക്കൊരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു, ഗുളികയുമായി വീട്ടിൽ വന്നു. ഇവൻ എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് പറയും, അമ്മ വയറുവേദന കുറയുന്നില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ നീ ആഹാരം നേരെ ഒന്നും കഴിക്കില്ലല്ലോ, അതിപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇവനെ പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ശ്വാസം മുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവനെ എപ്പോഴും ആശുപത്രി കൊണ്ടുപോകാനും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് 5 കൊല്ലം വരെ ഇങ്ങനെ ഹോസ്പിറ്റൽ കയറി ഇറങ്ങി ഞാൻ നടന്നു. അങ്ങനെ 5ാമത്തെ കൊല്ലമായപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ഞാൻ 5 വർഷം കൊണ്ട് ഇവനെയും കൊണ്ട് ഓരോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുകയാണ്, ഇനി എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഡോക്ടർ എങ്ങനെയെങ്കിലും ഇവനൊരു സ്കാനിങ് എഴുതി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ചോദിച്ചു, ഇപ്പം സ്കാനിങ് എടുക്കേണ്ട വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഒരു വയറുവേദനയല്ലേ, അത് അവൻ കുഴപ്പമില്ല, അത് ഗുളിക കഴിച്ചാൽ മാറും. ഞാൻ പറയും, ഇല്ല ഡോക്ടറെ, ഇത്രയും വർഷം കഴിച്ചിട്ടും അവന് ഒരു മാറ്റവും ഇല്ല, അവന് ഉറക്കവും ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ പിന്നെ ശരി, എൻ്റെ നിർബന്ധത്തിൽ അവരെനിക്ക് സ്കാനിങ്ങിന് എഴുതി തന്നു. ആ സ്കാനിങ് എടുത്തപ്പോഴേ ഡോക്ടർ ഇതിൽ വേറെ ഒരു കുഴപ്പമൊന്നും ഇല്ലല്ലോടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടർ, ഇവൻ ആഹാരമൊന്നും നേരെ കഴിക്കുന്നില്ല, ഇവൻ ഉറങ്ങുന്നില്ല, ഇവന് എപ്പോഴും വയറുവേദന, അങ്ങനെ ഇവന് സ്കൂളിൽ പോകുന്നില്ല, ഇവൻ്റെ സ്കൂൾ തുറന്ന് ഒരാഴ്ച മാക്സിമം പോവും, അത് വയറുവേദന എന്ന് പറഞ്ഞ് പിന്നെ 1-2 ആഴ്ച വീട്ടിൽ തന്നെ പോകാൻ പറ്റാതെയാവും. അപ്പം ഞാൻ ഇവനെ വിളിക്കുമ്പോൾ പറയാം, അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് നമുക്ക് പോകണ്ട അമ്മ, കുഴപ്പമില്ല, ഞാൻ വേദന സഹിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ 7 വർഷം അങ്ങനെ പോയി. ഇപ്പം ഈ 7ാമത്തെ വർഷം സ്കൂൾ തുറന്ന് ആദ്യത്തെ ഒരു ദിവസം അവൻ സ്കൂളിൽ പോയി. അന്ന് വൈകിട്ട് വന്നിട്ട് പറയണ, അമ്മ എനിക്ക് പഴയതുപോലെ വയറുവേദന എടുക്കുന്നു, എനിക്ക് അന്നത്തെ പോലെയൊന്നും അല്ല, എനിക്ക് ഭയങ്കര വേദന, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, മക്കളൊരു കാര്യം ചെയ്യും, ഇന്നിപ്പോൾ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ പറ്റില്ല, നമുക്ക് നാളെ പോയി ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ പിറ്റേന്ന് ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് തിങ്കളാഴ്ച വന്നിട്ട് നമുക്കൊരു സ്കാനിങ് ഒന്നുകൂടെ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇല്ല സിസ്റ്ററെ, എനിക്ക് ഇന്ന് തന്നെ സ്കാനിങ് എടുക്കണം, കാരണം അവൻ സ്കൂളിൽ ഒരാഴ്ച പോവാതെ നിൽക്കുകയാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ സ്കാനിങ് എടുത്ത് എന്താണ് പ്രശ്നമെന്ന് അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ അമ്മമാരും വിചാരിക്കും, ഈശോയെ എൻ്റെ മക്കൾക്ക് ഒരു ആപത്തും വരുത്തരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെയല്ല. ഈ റിസൾട്ടിലൂടെ അവന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്കിത് അമ്മ മാതാവ് റിസൾട്ടിലൂടെ കാണിച്ചു തരണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇവൻ്റെ കഴുത്തിലൊരു കാശ് രൂപമുണ്ട്. ഞാൻ ആ കാശ് രൂപ ഊരി അവൻ്റെ പോക്കറ്റിലിട്ടിട്ട് ഞാൻ പറഞ്ഞു, മക്കൾ നീ ഇത് കയറുമ്പോൾ കയ്യിലെടുത്ത് വെച്ചിട്ട് വേണം സ്കാനിങ്ങിന് കയറാൻ. അങ്ങനെ അവൻ അതും കൊണ്ട് അകത്ത് പോയപ്പോൾ ഞാൻ പുറത്തിരുന്ന് ഇവിടുന്ന് മൊബൈലിൽ സാക്ഷ്യവും കേട്ടിട്ട് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസ പ്രമാണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാവേ, അവൻ ഇറങ്ങി വരുമ്പം അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ അമ്മ മാതാവേ, നീ ആ റിസൾട്ട് കൂടെ എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവൻ വന്നു, ഡോക്ടറെ കൊണ്ട് റിസൾട്ട് കാണിച്ചു. ഡോക്ടർ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു, എടാ ചെറിയൊരു വേരിയേഷൻ കാണുന്നുണ്ട്. അപ്പം ഞാനൊന്ന് ഞെട്ടി. ഞാൻ പറഞ്ഞു, അയ്യോ മാതാവേ എന്നിങ്ങനെ ഒരു വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇയാൾ പേടിക്കൊന്നും വേണ്ട, അത് അവൻ കുഞ്ഞിലെ ഈ ബിങ്കോ, ലേസ്, നൂഡിൽസ് ഇങ്ങനെയുള്ള ഐറ്റം ഒത്തിരി കഴിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് അവൻ ഇൻഫെക്ഷൻ ആയതാണ്. അപ്പം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ഇനി എണ്ണ ഐറ്റംസ് ഒന്നും കൊടുക്കണ്ട, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അവനങ്ങ് ഫുള്ള് വെച്ച് നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫുൾ അവന് കൊടുക്കാതെയായി. പിന്നെ അവന് ഫ്രൂട്ട്സാണ് വാങ്ങിച്ച് കൊടുക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കുറേ ദിവസം അങ്ങനെ ആ ഗുളിയുടെ പുറത്ത് അങ്ങ് മാറി. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് അവൻ പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ ഓരോരോ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് അവസാനം എനിക്ക് നിവർത്തിയിട്ട് ഞാൻ ഇവിടുത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഞാൻ 7 വർഷം കൊണ്ട് ഇവന് വേണ്ടിയിട്ട് ഒരു വയറുവേദനയും പറഞ്ഞ് ഹോസ്പിറ്റലിൽ മൊത്തം ഞാൻ കയറി ഇറങ്ങുന്നു ഡോക്ടറെ, എനിക്കിതിന് എന്തെങ്കിലും ഒരു പരിഹാരം. ഞാൻ കരഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, ഒരു കാര്യം ചെയ്യും, ഈ റിസൾട്ട് അമ്മയുടെ കയ്യിലിരുന്നോട്ടെ, ഞാൻ അവനൊരു സ്കാനിങ്ങിനും ബ്ലഡ് ടെസ്റ്റിനും തരാം,
അമ്മ ഇതൊന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് റിസൾട്ടിലോട്ട് വന്ന് എന്നെ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഈ ടെസ്റ്റ് ഒരെണ്ണം ആഹാരം കഴിക്കാതെ എടുക്കണം, അതുകൊണ്ട് ഇന്ന് എടുക്കാൻ പറ്റില്ല, നിങ്ങൾ നാളെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഒരു കുഴപ്പമില്ല, നോർമലായിട്ട് കണ്ടു. അങ്ങനെ ഈ രണ്ടാമത്തെ ടെസ്റ്റ് ഞാൻ പിറ്റേന്ന് പോവാമെന്ന് പറഞ്ഞ് എനിക്ക് ഈ വയ്യാത്തത് കാരണം ഞാൻ എന്ത് ചെയ്തു, ഇവനെ കൊണ്ടുപോയി നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ കൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വന്ന് പറഞ്ഞ് അവിടെ പോയി ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അവർ തന്നതെന്ന് വെച്ചാൽ മലം ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു അതിലെന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൻ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. ഞാൻ ഇവരെ രാവിലെ ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഇവൻ അവിടെ പോയിട്ടൊന്നും ഇവൻ്റെ മല എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, അമ്മേ അത് മാതാവ് ചിലപ്പോൾ സമ്മതിക്കാത്തതായിരിക്കും, അമ്മയെ വിശ്വസിക്കുന്ന മാതാവല്ലേ, അതുകൊണ്ട് മാതാവിന് ഇഷ്ടമല്ല ഞങ്ങളിത് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഉച്ചവരെ അവിടെ നിന്നിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. പിന്നീട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പക്ഷെ ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല, ഓരോരോ തടസ്സങ്ങൾ വന്നു തുടങ്ങി. എന്നിട്ട് വയറുവേദന എടുത്തിട്ട് രാത്രി പോവില്ല, തോർത്തെടുത്ത് വയറിൽ കെട്ടി വെച്ചുകൊണ്ടിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, ഉറങ്ങാതെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവൻ എന്ന് കരയും, അമ്മ എനിക്ക് പറ്റണില്ല, അമ്മ സഹിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു, മക്കളെ നീ വിഷമിക്കേണ്ട, അമ്മ മാതാവ് ഒരു വഴി നമുക്ക് കാണിച്ചു തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 5ാമത്തെ പുതുക്കൽ ഇവിടെ ജൂണിൽ വന്ന് പുതുക്കാൻ വന്നപ്പോൾ പ്രതീക്ഷിക്കാതെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ജോസഫ് അച്ഛനെ കണ്ട് ഇവനെ ഒന്ന് സൈത്ത് പൂശയിലൊന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, അണ്ണാ നമുക്കൊരു കാര്യം ചെയ്യാമോ, ജോസഫ് അച്ഛനെ കൊണ്ട് ഒന്ന് ഇവനെ ഒന്ന് സൈത്ത് പൂശി പ്രാർത്ഥിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ റിസൾട്ടൊക്കെ കയ്യിൽ ഫോട്ടോസ്റ്റേറ്റ് വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒറിജിനലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഫോട്ടോസ്റ്റേറ്റ് എടുക്കുക, ഇനി ഒത്തിരി ദൂരം പോകണ്ടേ, അടുത്ത് വരുമ്പോൾ ആവട്ടെ എന്ന്. അപ്പോൾ അവിടെ പോയപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇന്ന് പറ്റില്ല, 2 മണിക്ക് ശേഷം വന്നാൽ മതിയെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ആരെ പറയണം, ഇയാൾ പോകണ്ട, അവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്കിങ്ങനെ തോന്നിക്കുന്നു, അപ്പോൾ മാതാവായിരിക്കും എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ നിന്നു. എന്നിട്ട് ആ ചേച്ചി എന്നോട് ഇയാൾ പോയില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി, അവന് സ്കൂളിൽ പോലും പോകാൻ പറ്റുന്നില്ല, അവൻ 2-3 ആഴ്ച കൊണ്ട് സ്കൂളിൽ പോകാതെ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പം ആ ചേച്ചിക്ക് മനസ്സിലായി. അപ്പോൾ ആ ചേച്ചി അടുത്ത് നിന്ന് അങ്കിളിനോട് പറഞ്ഞു, ഈ കുട്ടിക്ക് എന്തോ എമർജൻസി ആണെന്ന് തോന്നുന്നു, അങ്കിളിനോടെന്ന് പറഞ്ഞു ഒന്ന് അച്ഛനെ കാണാൻ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്താണെന്ന് ചോദിച്ചു, ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു. അങ്ങനെ അച്ഛന് ടോക്കൺ തന്നു. ഇവിടെ വന്ന് ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ എല്ലാവരുടെയും തലയിൽ കൈവച്ച് കാശുരൂപം കയ്യിൽ കൊടുത്തിട്ട് തലയിൽ സൈത്ത് പൂശി പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈശോയെ അവന് മാത്രം വയറുവേദനയാണല്ലോ ഞാൻ കൊണ്ടുവന്നത്, അച്ഛനാണെങ്കിൽ എല്ലാവരും തലയിലല്ലേ പ്രാർത്ഥിക്കുന്നത്, ഇവനെങ്ങനെ അച്ഛൻ വയറിൽ തടവി പ്രാർത്ഥിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിലങ്ങ് വന്നു. എന്നിട്ട് ഞാൻ അവിടെ ഫ്രണ്ടിൽ നിന്ന് മുട്ടുകുത്തി ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു, മാതാവേ ഒരു പ്രാവശ്യമെങ്കിലും അച്ഛൻ അവൻ്റെ വയറിലൊന്ന് സൈത്ത് പൂശി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പം ജോസഫ് അച്ഛൻ അവൻ്റെ കയ്യിൽ അവൻ്റെ വയറിൽ തന്നെ സൈത്ത് പൂശുന്നു. ഞാൻ ഒരു പ്രാവശ്യം പൂശാൻ പറഞ്ഞെടുത്തു, പക്ഷേ അച്ഛൻ അത് 3-4 പ്രാവശ്യം അവൻ്റെ വയറിൽ സൈത്ത് പൂത്തുന്നത് കണ്ട് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. ഞാൻ പറഞ്ഞു, മാതാവ് എന്തായാലും എൻ്റെ പ്രാർത്ഥന കേട്ടു. അപ്പം ഞാൻ ഇവനോട്, മക്കൾ ഇനി നീ പേടിക്കണ്ട, നമുക്ക് ധൈര്യത്തോടെ വീട്ടിൽ പോവാം, ഇനി മുതൽ നീ ഒരു ദിവസം പോലും വയറുവേദന പറയില്ല, അമ്മ മാതാവ് നിന്നെ രക്ഷിച്ചു എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. പക്ഷേ അതിനുശേഷം ഇതുവരെ അവൻ വയറുവേദന എന്നോട് പറഞ്ഞിട്ടില്ല. അവൻ ഇഷ്ടപ്പെട്ട ആഹാരം ഇപ്പോൾ അവന് നന്നായിട്ട് കഴിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അമ്മ മാതാവും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ ഇവന് വിശ്വാസം കുറച്ച് കുറവായിരുന്നു, ബൈബിൾ വായിക്കാൻ മടി, പിന്നെ ജപമാലയ്ക്ക് വിളിക്കുമ്പോൾ വരില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ ഇവന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പോൾ വന്ന് ജപമാല പറയാൻ ഞാൻ താമസിച്ചാലും അവൻ എന്താ ജപമാല പറയുന്നില്ലേ എന്ന് പറഞ്ഞ് അവൻ തന്നെ എന്നെ വന്ന് വിളിച്ചിരുത്തി ജപമാല പറയും. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് 3 കെട്ട് പത്രം ഞാൻ വാങ്ങിച്ച് റോഡിൽ പോകുന്നവർക്കും കടകളിലും വീട് തോറും ഞാൻ കൊണ്ടുകൊടുത്ത് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ അവർക്ക് പറയുന്നുണ്ട്. അപ്പോൾ അവരിവിടെ വന്ന് 1-2 കുടുംബക്കാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒത്തിരി പേര് എന്നോട് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അങ്ങനെ ഒത്തിരി പേർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ തൈലവും ഉപ്പും ഉപയോഗിച്ചത് കാരണം. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത്, ഞങ്ങളെ പള്ളിയിൽ നിന്ന് മാനസിക രോഗികൾക്ക് മാസത്തിൽ 1 തവണ ഊണ് കൊണ്ടു കൊടുക്കണം. അപ്പോൾ അവിടെ വരുമ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവർക്ക് എല്ലാ മാസവും കൊടുക്കാറുണ്ട്.
ഇവിടെ വരുന്ന മൂന്നാമത്തെ ശനിയാഴ്ച, അതായത് 3 മാസത്തിലൊരിക്കലാണ് ഞാൻ ഇവിടെ വരുന്നത്. ആ ദിവസം മാത്രം എനിക്ക് കൊടുക്കാൻ പറ്റില്ല, അല്ലാതെ ഞാൻ എല്ലാ ദിവസവും കൊടുക്കും. പിന്നെ റോഡരികിൽ കൂടെ ഞാൻ പോകുമ്പോൾ മക്കളെ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ കാശുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ളതിൽ പങ്ക് ഞാൻ അവർക്കെടുത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ എൻ്റെ വീട്ടിൽ ഒത്തിരി പേര് വരാറുണ്ട്, അവർക്കും എൻ്റെ കയ്യിൽ ഉള്ളത് അത് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്, ബൈബിൾ വായിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ അത്യാവശ്യത്തിന് എടുത്തിട്ട് പെട്ടെന്ന് ആർക്കോ വേണ്ടി ചെയ്യും പോലെ ജസ്റ്റ് ഒന്ന് വായിക്കുക, കിടന്നുറങ്ങുക, ജപമാല പറയാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ആദ്യം. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും ജപമാല പറയുകയും അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും ഇപ്പോൾ ഞാൻ 1 മാസമായിട്ട് പുതിയ നിയമം ബൈബിൾ എഴുതി തുടങ്ങി. 1 മാസമായിട്ടേ ഉള്ളൂ. അതുപോലെ അച്ഛൻ യൂട്യൂബിൽ പറയുന്ന ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിലുള്ളയും ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലുള്ള വചനങ്ങൾ ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാറുമുണ്ട്. അതെനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ എനിക്ക് മാതാവ് മെഴുകുതിരിൽ ഒത്തിരി തവണ വന്നിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരാവശ്യം മാതാവിനോട് ചോദിച്ചാൽ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കുന്നത് പോലെയാണ് ഞാൻ മാതാവിനോട് സംസാരിക്കുന്നത്. മാതാവേ, എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ നിമിഷം തന്നെ അമ്മ മാതാവ് അതിൽ വന്ന് എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചു തരാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയണമെന്ന് പോലും ഞാൻ അമ്മയോട് ചോദിച്ച് സമ്മതം വാദിച്ചിട്ടാണ് ഞാൻ വന്നത്. കാരണം എനിക്കെന്തോ ഒരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ്, ഞങ്ങൾ ഈ സാക്ഷി ഇവിടെ വന്ന് പറയണമെങ്കിൽ അമ്മ എനിക്ക് മെഴുകുതിരിയിൽ എസ് എന്നും വരണ്ട എങ്കിൽ നോ എന്നും കാണിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് വൈകിട്ടും രാത്രി മെഴുകുതിരി എത്തിക്കുമ്പോൾ അമ്മ മാതാവ് അതിൽ എസ് എന്നുള്ള അക്ഷരമാണ് എനിക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ 5ാമത്തെ പുതുക്കലിൽ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇരുന്നൊരു കൊച്ചിൻ്റെ മൊബൈലിൽ റോസാപ്പൂവിൻ്റെ ഇത് മാതാവിൻ്റെ മെഴുകുതിരിയിൽ റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, അയ്യോ, എന്താ മാതാവ് എനിക്ക് മാത്രം ഇങ്ങനെ കാണാനൊന്നും പറ്റാത്തത്? അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം പോലെ തോന്നി. അമ്മ മാതാവ് ഇങ്ങനെ ഇത്രയും എൻ്റെ കൂടെ ഉള്ളപ്പോഴേ എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കാത്തതെന്ന് ചോദിച്ചു. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മ മാതാവ് ആ മെഴുകുതിരി പോലെ വന്ന് എൻ്റെ മെഴുകുതിരിയിൽ റോസാപ്പൂ, നല്ല ചുവന്ന റോസാപ്പൂ ആയിരുന്നു, അങ്ങനെ വന്ന്. എന്നിട്ട് ഇവിടെ ഉടമ്പടി പുതുക്കാൻ പറഞ്ഞ് ഞാൻ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അന്ന് കണ്ടിട്ട് ഒരുപാട് ദിവസമായി, അതുപോലെ ഒരിക്കൽ കൂടെ ആ റോസാപ്പൂ വിരിഞ്ഞ് വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ പറഞ്ഞതിൻ്റെ തലേദിവസം, അതായത് ഈ പറഞ്ഞ വ്യാഴാഴ്ച ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ മാതാവ് മെഴുതിരി രൂപത്തിൽ അവിടെ അങ്ങനെ പൂവായി 2-3 സ്റ്റെപ്പ്, അതായത് 5:30 ഞാൻ കത്തിച്ച മെഴുതിരി 7 മണി വരെയും അത് പൂവായിട്ട് ഇങ്ങനെ നിന്നു. അതുകൊണ്ട് എനിക്ക് അണയ്ക്കാൻ തോന്നിയില്ല, കാരണം അത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ 7 മണി വരെ അത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എപ്പോൾ വിളിച്ചാലും എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ തന്നെ കാണും. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവർ പറയും, അമ്മ തൈലവും ഉപ്പും എടുത്തുകൊണ്ട് വാ, നമുക്ക് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട എന്നാണ് അവരിപ്പോൾ പറയുന്നത്. അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. 2 മക്കബായർ 7-ാം അധ്യായം 6-ാം തിരുവചനം. അവിടുത്തേക്ക് തൻ്റെ ദാസരുടെ മേൽ കരുണ തോന്നും എന്ന് പാടി മോശ ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു. സൗമ്യ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെയാണ് അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ നമ്മൾ പോലും വിചാരിക്കുന്നതിനപ്പുറം കൂടെ നിന്ന് ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് സഹായിക്കും. അത് അമ്മയോട് നാം ഒരു കാര്യം വിശ്വാസത്തോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമെങ്കിൽ നാം പോലും അറിയാത്ത വ്യക്തികൾ, ഒരുപക്ഷെ നാം ചോദിച്ചിട്ടില്ലാത്ത വ്യക്തികൾ, നമ്മുടെ ജീവിതത്തിൽ ആ ദിവസങ്ങളിലോ മണിക്കൂറുകളിലോ യാതൊരു തരത്തിലും ഇടപെടുവാൻ ആവശ്യമില്ലാത്ത വ്യക്തികൾ, അവർ പോലും നമുക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകുന്ന വിധത്തിൽ സഹായിക്കുന്നത് അനുഭവിക്കുവാനാവും. അതാണ് സഹോദരി ആ സാക്ഷ്യത്തിലൂടെ നമ്മോട് പങ്കുവെച്ച് തരിക. എനിക്കമ്മ മാത്രമേ ആശ്രയമുള്ളൂ, ലഭിക്കുവാനുള്ള വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു. ഇനി അമ്മ ഒരാളെ കൊണ്ടുവന്ന് ഈ വിഷയത്തിൽ ഇടപെടിച്ചാൽ മാത്രമേ എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന നിയോഗം എനിക്ക് സഫലമാവുകയുള്ളൂ.
പ്രിയമുള്ളവരെ, എത്ര വലിയ ഭാരമാവട്ടെ, വഴികളെല്ലാം അടഞ്ഞതാവട്ടെ, ആരും സഹായിക്കുവാനില്ലെന്ന് നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ചതാവട്ടെ, അമ്മയുടെ കരങ്ങളിലേക്ക് അത് വിട്ടുകൊടുത്തുകൊണ്ട് ശരണപ്പെട്ട് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുകയും ഉടമ്പടി വൃത്തിയോടുകൂടി ജീവിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്താൽ അമ്മ നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് സഹായിക്കും. പ്രിയമുള്ളവരെ, ഈ ആലയത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പാവനമായ ശുശ്രൂഷയാണ് ഈ അൾത്താരയിൽ ജോസഫ് അച്ഛൻ മണിക്കൂറുകൾ ജീവിത വിഷയങ്ങളുമായി വരുന്നവരെ കണ്ടു പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരു നിയോഗം അച്ഛൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ആ നിയോഗം ഫലമണിയുവാൻ തക്ക വിധത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം, ജീവിതത്തിൻ്റെ വിശുദ്ധി നമുക്കുണ്ടായിരിക്കണം, ഉടമ്പടി നമ്മൾ വിശ്വസ്തയോടുകൂടി ജീവിക്കുന്നവരാകണം. എന്നിട്ട് അമ്മയുടെ കരങ്ങളിലേക്ക് അച്ഛനെ ഏൽപ്പിച്ച് ആ നിയോഗം സമർപ്പിക്കുകയാണെങ്കിൽ ആ നിമിഷങ്ങളിൽ തന്നെ നിങ്ങൾക്ക് സന്ദേശങ്ങളായി, അടയാളങ്ങളായി, അനുഭവങ്ങളായി നമുക്ക് ഉടമ്പടിയിലൂടെ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾക്ക് തീരുമാനം വരുന്നത് അറിയുവാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ കൈവപ്പ് ശുശ്രൂഷയും അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും വലിയ ഇടപെടലിൻ്റെ അവസരങ്ങളാണ്. വിഭജിക്കപ്പെട്ട മനസ്സോടുകൂടി നാം മനസ്സിലൊന്ന് കരുതുകയും മറ്റൊന്നച്ഛൻ പ്രാർത്ഥിക്കുവാൻ എഴുതി സമർപ്പിക്കുകയും ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. വിശുദ്ധിയില്ലാതെ, കുമ്പസാരവും ഒരുക്കമുള്ള കുർബാന സ്വീകരണവുമില്ലാതെ, ആത്മശുദ്ധിയില്ലാതെ ഈ അൾത്താരയിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്നാലും ഒന്നും സംഭവിക്കില്ല. മറിച്ച് ഹൃദയശുദ്ധിയോടുകൂടി പൂർണ്ണമായും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് സാക്ഷിയാകുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു നിയോഗം കൊടുത്തുകൊള്ളുക. നിങ്ങൾ അത്ഭുതകരമായ അടയാളം ഈ ശുശ്രൂഷയിലൂടെ അനുഭവിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷികളാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ വ്യക്തികൾക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയോർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.